അങ്ങനെ ഇതാ ലോകകപ്പിൻ്റെ കലാശക്കൊട്ട് അവസാനത്തെ മത്സരം സ്പെയിനും അർജൻറ്റീനയും. ലോകകപ്പിൽ ഒരു തവണ മാത്രം ഏറ്റുമുട്ടിയവരാണ് സ്പെയിനും അർജൻറ്റീനയും. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചരിത്രത്തിൽ സ്പെയിൻ്റെ ഒരു കോളനി ആയിരുന്നു അർജൻറ്റീന. കുറേ കാലത്തിന് ശേഷമാണ് അവർ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യമൊക്കെ നേടുന്നത്, സംസാരിക്കുന്ന സ്പാനിഷ് ഭാഷ. പിന്നെ വേറെ പ്രത്യേകത, അവരുടെ നട്ടലായിട്ടുള്ള ലയണൽ മെസ്സി ജനിച്ചത് അർജൻറ്റീനയിലാണെന്നേ ഉള്ളൂ, വളർന്നതും എല്ലാം ജീവനാടി ശരിക്കും സ്പെയിനാണ്. മെസ്സി തന്നെ പറഞ്ഞു, എനിക്ക് അറിയാവുന്നതാണ് സ്പെയിൻ, അവിടുത്തെ കളിക്കാരെ അറിയാവുന്നതാണ്, അവരുടെ തത്വശാസ്ത്രം അറിയാവുന്നവരാണ്. അപ്പോൾ ശരിക്കും പരസ്പരം അറിയുന്നവർ, ഒരു അമ്മയുടെ രണ്ട് മക്കൾ ആണ് ശരിക്കും ഏറ്റുമുട്ടുന്നത് ഫൈനലിൽ. നമ്മൾ ഫ്രാൻസ് സ്പെയിനൊക്കെ ആണ് പ്രതീക്ഷിച്ചിരുന്നത്, ഒരു അർജൻറ്റീന സ്പെയിൻ മത്സരം നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ എന്തായാലും അതാണ് ഗംഭീരമായൊരു മത്സരമായിരിക്കും. നമ്മൾ പലതവണ പറഞ്ഞു ഫൈനൽ സെമിയാണ് നമ്മൾ ഈ ലോകകപ്പിൻ്റെ ഫൈനലിൽ കാണാൻ പോകുന്നത്. ഇപ്പം ലോകം കാത്തിരുന്ന ഒരു പോരാട്ടമാണ്, മെസ്സിയും യമാലും മുഖാമുഖം വരുന്നു. അപ്പം അത്യുജ്വലമായ പോരാട്ടം. ഇതാണ് ശരിക്കും ഒരു സ്വപ്ന ഫൈനൽ. കാരണം ഫൈനൽ സെമിയിൽ ഏറ്റുമുട്ടേണ്ടവരായിരുന്നു യൂറോപ്പിൻ്റെ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കയുടെ ചാമ്പ്യന്മാരും. യുദ്ധം കാരണം അത് നഷ്ടപ്പെട്ടു. നമുക്ക് വലിയ നഷ്ടബോധമായിരുന്നു ഫൈനൽ സെമി കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷെ അത് ഏതായാലും ഇതാ ഫുട്ബോൾ നമുക്ക് ഒരുക്കി തന്നു ലോകകപ്പിൻ്റെ വേദിയിൽ തന്നെ. രണ്ട് സദ്യ ഒന്നിച്ചുണ്ടാകും നമുക്ക്. അപ്പോൾ ശരിക്കും പക്ഷേ ഈ രണ്ട് ടീമുകൾ ശക്തിയിൽ തുല്യരാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ചരിത്രം എടുത്ത് നോക്കിയാൽ അർജൻറ്റീനയ്ക്ക് വലിയ മേധാവിത്വമാണ്. കാരണം 3 തവണ കപ്പടിച്ചു, 6 തവണ ഫൈനലിൽ കളിച്ചു, അവിടെ 7ാം ഫൈനലാണ്. സ്പെയിൻ വലിയ പ്രതിഭകൾക്ക് ജന്മം കൊടുത്തതാണ്, ലോകത്തിൽ വലിയൊരു വിപ്ലവം കൊണ്ടുവന്നവരാണ്, ടിക്കറ്റാക്കയിൽ കൂടി ശരിക്കും നമ്മളെ വിസ്മയിപ്പിച്ചവരാണ്. പക്ഷേ ഏറ്റവും യൂത്ത്ഫുൾ ടീമാണ് പല കാലഘട്ടങ്ങളിലും. പക്ഷെ അവർക്ക് ഒരു തവണ മാത്രമേ ലോകകപ്പ് നേടാൻ സാധിച്ചുള്ളൂ, ഒരു തവണയെ ഫൈനലിൽ കയറാൻ സാധിച്ചുള്ളൂ. പക്ഷേ കയറിയ സമയത്ത് അവർ കപ്പടിച്ചു. ഇപ്പോഴും സ്പെയിൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, യൂറോ കപ്പ് നേടിയിട്ടാണ് ഇവിടേക്ക് വരുന്നത്, ഫൈനൽ കളിച്ചാൽ ഞങ്ങൾ കപ്പടിച്ചിരിക്കും എന്നുള്ളതാണ് ശരിക്കും സ്പെയിൻ്റെ ഒരു മനഃശാസ്ത്രം. സ്പെയിന് ശരിക്കും ഈ ലോകകപ്പിൻ്റെ അത്ര സമ്പന്നമായ ചരിത്രമല്ല, പക്ഷേ ആ ഒരൊറ്റ ലോകകപ്പ് തന്നെ ശരിക്കും സംഭവ ബഹുലമാണ്, സമ്പന്നമാണ്. അത് രണ്ട് രീതിയിൽ തന്നെ പറയാം. അപ്പം BK പറഞ്ഞിരുന്നത് ഒരു സ്വപ്ന ഫൈനൽ എന്ന് എല്ലാ അർത്ഥത്തിലും പറയാം. കാരണം നമ്മൾ 2022 കണ്ട ഫൈനൽ എന്ന് പറഞ്ഞാൽ ഫ്രാൻസും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു പക്ഷേ ലോകകപ്പ് ഫൈനലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തീപാറുന്ന പോരാട്ടങ്ങൾ കണ്ട ഒരു മത്സരം. അന്ന് ഫ്രാൻസിന് കിരീടം എന്താ പറയുക, ഒരു ഷൂട്ടൗട്ടിൽ നഷ്ടപ്പെട്ടു പോയ ആ കിരീടം, ആ ഫ്രാൻസിനെ അന്ന് നിർത്തിയിടത്തുനിന്ന് അതിലും മികവോടുകൂടി കളിക്കുന്ന ഒരു ഫ്രാൻസിനെയാണ് നമ്മൾ ഈ ലോകകപ്പിൽ കണ്ടത്. ആ ഫ്രാൻസിനെ കാഴ്ചക്കാരാക്കി നിർത്തി ഒരു കളിയിലൂടെയാണ് സ്പെയിൻ ഈ ഫൈനൽ ടിക്കറ്റ് എടുക്കുന്നത്. ഏറെക്കുറെ ഈ വേൾഡ് കപ്പിൽ കളിച്ച എല്ലാ കളിയിലും വെച്ച് നോക്കിയാൽ ഫ്രാൻസ് അമ്പേ പരാജയപ്പെട്ട ഒരൊറ്റ കളി ഉണ്ടെങ്കിൽ സ്പെയിനോട് ഏറ്റുമുട്ടുക. അപ്പോൾ എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ അർജൻറ്റീനയ്ക്ക് പോകുന്ന ഒറ്റ എതിരാളിയാണ് സ്പെയിൻ. പിന്നെ സ്പെയിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്ന്. പക്ഷേ ആ ഒത്തുള്ള പ്രകടനം പലപ്പോഴും ഒരു ലോക കപ്പിലോ അല്ല യൂറോയിലോ അങ്ങനെ ഒരു കിരീടങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ സ്പെയിൻ താരതമ്യേന പിന്നോട്ടാണ്. പക്ഷേ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പല താരങ്ങളെയും സംഭാവന ചെയ്ത ഒരു രാജ്യം കൂടിയാണ്. ആ അർത്ഥത്തിൽ ഇപ്പം BK മുമ്പേ പറഞ്ഞ പോയിൻ്റാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ട് തോന്നി. കാരണം മെസ്സിയുടെ ആ ബാഴ്സ ബന്ധം, അതിൽ തന്നെ ഒരു ചരിത്രം ആലോചിച്ച് നോക്കി. ആ 2010 സ്പെയിൻ ആകെ ഒരു തവണ ഫൈനൽ കളിച്ചു, കപ്പടിച്ച വർഷം. ആ സമയത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2009 മുതൽ 2011 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബാഴ്സയുടെ എക്കാലത്തെയും മികച്ച ഫോമിൽ ബാഴ്സ കളിച്ചൊരു കാലം. ആ 3 വർഷം തുടർച്ചയായി ലാലിഗ കിരീടം അടിച്ച സമയം. അന്ന് സ്ട്രൈക്കറായിട്ട് മെസ്സി ഉണ്ടായിരുന്നൊരു കാലമാണ്. അന്നത്തെ മിഡ്ഫീൽഡും ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിയോളും ബിസ്ക്കറ്റ്സും, മിഡ്ഫീൽഡിൽ സാവിയും ഇനിയസ്റ്റയും ഒക്കെ നിറഞ്ഞു നിന്ന ബാഴ്സ. ആ ബാഴ്സയുടെ എഞ്ചിനിൽ നിന്നാണ് അന്ന് സ്പെയിൻ ലോകകപ്പ് അടിക്കുന്നത്. 2008 യൂറോ അടിച്ചു, 2010 ലോകകപ്പ് അടിച്ചു. അന്നത്തെ ആ തലമുറയെ പല കാര്യങ്ങൾ കൊണ്ടും ഇപ്പോഴത്തെ ഈ സ്പാനിഷ് ടീം നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു ചരിത്രം നോക്കി കഴിഞ്ഞാൽ ആകെ വേൾഡ് കപ്പ് എടുത്ത് നോക്കുമ്പോൾ 1950 4ാം സ്ഥാനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ 2010 കപ്പടിക്കുന്നതിന് മുമ്പുള്ള ഏകദേശം 70 വർഷത്തെ അല്ലെ 60 വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് 3 തവണ ക്വാർട്ടറിലെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആകെ അവർക്ക് ഒരു സെമി പോലും കളിക്കാൻ ആ കാലത്ത് കഴിഞ്ഞില്ല. പോലത്തെ വലിയ താരങ്ങളുണ്ടായിരുന്നു. അത് റൗളൊക്കെ കളിച്ചിരുന്ന ഒരു കാലം എന്നൊക്കെ പറഞ്ഞാൽ എല്ലായ്പ്പോഴും സ്പാനിഷ് ആരാധകർ കപ്പ് സ്വപ്നം കണ്ട് നിന്ന ഒരു കാലഘട്ടമാണ്. ഒന്നും നടന്നില്ല. പക്ഷെ 2010 കപ്പടിച്ചിട്ടോ വീണ്ടും ഒരു വലിയ പതനമാണ് കണ്ടത്. തൊട്ടടുത്ത വേൾഡ് കപ്പിൽ പ്രാഥമിക റൗണ്ടിൽ തന്നെ പുറത്തായി പോകുന്നുണ്ട്. പിന്നെ 2 വേൾഡ് കപ്പിലാണെങ്കിൽ പ്രീ ക്വാർട്ടർ കടക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ഈ ടീമിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് അണ്ടർ-15 യൂറോ 2015 ചാമ്പ്യന്മാരാകുന്നു. 2019 അണ്ടർ-19 യൂറോ കിരീടം നേടുന്നു. അന്ന് ആ സ്പാനിഷ് ടീമിൻ്റെ കോച്ചായിരുന്ന ഫ്യുവൻ്റെയാണ് ഇപ്പം സീനിയർ ടീമിൻ്റെ കോച്ച്. കഴിഞ്ഞ വേൾഡ് കപ്പിലെ പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ തോറ്റതിന് ശേഷമാണ് അദ്ദേഹം സീനിയർ ടീമിൻ്റെ കോച്ചായിട്ട് വരുന്നത്. അവിടുന്ന് ഈ 2019 കിരീടം നേടിയ ആ യുവനിരയിലെ
ഏറെക്കുറെ എല്ലാ താരങ്ങളും ഇന്ന് സീനിയർ ടീമിൽ കളിക്കുന്നുണ്ട്. അപ്പം ഈ കോച്ചും ആ താരങ്ങളും തമ്മിലുള്ള ഒരു ആ പരസ്പരപൂരകമായ ഒരു ബന്ധം അവർ വേണം നിർബന്ധമായിരുന്നു ഫീൽഡേക്ക്. അതെ, എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൻ്റെ താര എന്താ പറയുക താരനിബിഡമായ ഒരു ടീമിനപ്പുറം അതിൻ്റെ ചരിത്രം അവിടെ മുതൽ തുടങ്ങി. 2019 അതടിച്ചു, 2021 UEFA നാഷണൽ ലീഗ് കിരീടം നേടി, 2024 യൂറോ അടിക്കുന്നു, 2025 പക്ഷേ നാഷണൽ ലീഗിൻ്റെ ഫൈനലിൽ പോർച്ചുഗലിനോട് അത് ഷൂട്ടൗട്ടിൽ മാത്രമാണ് പരാജയപ്പെടുന്നത്. അവിടെയും തീരുന്നില്ല. ഈ മൊത്തം ഫ്യുവൻറ്റയുടെ കീഴിൽ സ്പെയിൻ ഇപ്പോൾ കളിക്കുന്നു പറഞ്ഞാൽ 37 കളികൾ അവർ തോൽവി അറിഞ്ഞിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കുക. ഈ സ്പെയിൻ്റെ ഈ ക്വാളിഫയിങ് റൗണ്ട് എല്ലാം കണക്ക് കൂട്ടി പറയുമ്പോൾ അപ്പോൾ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കളി ജയിച്ചു വരുന്നൊരു ടീമാണ്. അപ്പോൾ ആ രീതിയിൽ ഈ കോച്ചിൻ്റെ കളി ഇതുവരെ 49 കളികൾ കളിച്ചതിൽ 39 കളികളിൽ സ്പെയിൻ ജയിച്ചു, 7 കളി സമനിലയിൽ, ആകെ 3 കളിയെ തോറ്റിട്ടുള്ളൂ. അപ്പോൾ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ സ്പെയിൻ്റെ ആ 2010 കാലത്തെ അതേ മികവോടുകൂടി കളിക്കുന്ന ഒരു ടീമാണിപ്പോൾ. അന്നത്തേനേക്കാൾ കുറച്ചും കൂടെ എന്താ പറയുക യുവത്വം നിറഞ്ഞ ഒരു ടീമാണ്. അതാണ് അവരുടെ ഒരു സൂപ്പർ താരങ്ങൾ ശരിക്കും യമാലിനെ മാറ്റി നിർത്തിയ വലിയ സൂപ്പർ താരങ്ങളില്ല, ഒന്നുമില്ല. പക്ഷേ ഈ പക്ഷേ ഒരു ലോകകപ്പിന് സൂപ്പർ ശേഷം ടീമാണ്, ഒരു സൂപ്പർ ടീമാണ്, ടീമാണ് സൂപ്പർ സ്റ്റാർ. ശരി, ടീമാണ് അവിടുത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് എനിക്കൊന്ന് പിന്നീട് വരാം. ആ നിലയ്ക്ക് നോക്കുമ്പം അർജന്റീനയുടെ BK പറഞ്ഞ പോലെ ഇപ്പോൾ 3 വേൾഡ് കപ്പ് നേടി, ഫൈനൽ തോൽവികൾ പല എന്താ പറയുക മറഡോണയുടെ കാലത്തും മെസ്സിയുടെ കാലത്തും ഓരോ ഫൈനൽ ദുരന്തം നമ്മൾ കണ്ടു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ അർജന്റീനയുടെ ഈ ഫൈനലിലേക്കുള്ളൊരു വരവിൽ പൊരുതിക്കയറുന്ന അർജന്റീന എന്നുള്ള നിലയ്ക്കാണ് എല്ലാവരിലും ഈ അർജന്റീന പ്രതീക്ഷ നിറയ്ക്കുന്നത്. ആ ഒരു കടന്നുവരവിനെ BK എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ വേൾഡ് കപ്പിൽ? ശരിക്കും അർജന്റീനയും ലോകകപ്പും എന്ന് പറഞ്ഞാൽ ശരിക്കും സംഭവ ബഹുലമാണ്. ഇപ്പോൾ സ്പെയിൻ്റെ കാര്യം മനു പറഞ്ഞു, വലിയ പാരമ്പര്യം ലോകകപ്പിൽ നേട്ടങ്ങളുടെ കാര്യത്തിൽ വലിയ പാരമ്പര്യം അവകാശപ്പെടാനില്ല, പ്രതിഭകളുണ്ടായെങ്കിലും. പക്ഷെ അർജന്റീനയ്ക്ക് അങ്ങനെയില്ല. 1930 ആദ്യത്തെ ലോകകപ്പിൽ തന്നെ റണ്ണറപ്പായ ചരിത്രമുണ്ട്. പിന്നെ വർഷങ്ങൾ വേണ്ടി വന്നു, അവർക്ക് 78 വേണ്ടി വന്നു ചാമ്പ്യന്മാരാവാൻ. ശരിക്കും ഈ സ്പാനിഷ് അധിനിവേശത്തിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അധിനിവേശത്തിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് അവർ ഫുട്ബോളൊക്കെ കളിക്കുന്നത്. ഇംഗ്ലീഷുകാരാണ് അർജന്റീനയെ ശരിക്കും ഫുട്ബോൾ കളിക്കാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ഇംഗ്ലീഷുകാരാണ് അവരുടെ ഏറ്റവും വലിയ വൈരികൾ. അതാണ് രസം, ഫുട്ബോളിലും എല്ലാ രാഷ്ട്രീയത്തിലാണെങ്കിലും. പക്ഷേ സ്പെയിനിൻ്റെ ഒരു പാരമ്പര്യം അവർ ശരിക്കും കാത്തു സൂക്ഷിച്ചു ഫുട്ബോളിൻ്റെ കാര്യത്തിൽ. 78 അവർ ആദ്യമായി ചാമ്പ്യന്മാരാവുന്നത്, അർജന്റീന ചാമ്പ്യന്മാരാവുന്നത്. അത് പക്ഷേ ഭയങ്കര വിവാദത്തിലായത്, കാരണം അവർ ആതിഥേയത്വം വഹിച്ച ലോകകപ്പാണ്. ശരിക്കും അന്നത്തെ ഭരണകൂടമാണ് ആ ലോകകപ്പ് നടത്തിയതെന്ന് പറയാം, ഫിഫയല്ല. കാരണം തോക്കിൻ മുന്നിലാണ് പല കളികളും നടന്നതെന്ന് വലിയൊരു ആരോപണമുണ്ട്. ഫൈനലിൽ നെതർലാൻഡ്സ് ആയിട്ടാണ് അവർ കളിക്കേണ്ടത്. പക്ഷെ അതിൽ ഏറ്റവും അത്ഭുതകരം എന്ന് പറഞ്ഞാൽ ഇന്നും ദുരൂഹമായി നിൽക്കുന്നത് അതിൽ യോഹാൻ ക്രൈഫ് കളിച്ചിട്ടില്ല. യോഹാൻ ക്രൈഫ് ജീവനോടെയുണ്ട്, ലെജൻഡായിട്ട് തുടരുന്ന കാലത്ത് യോഹാൻ ക്രൈഫ് കളിച്ചിട്ടില്ല. ആ മത്സരത്തിന് വിട്ടു നിൽക്കാൻ ക്രൈഫ് പറഞ്ഞൊരു കാരണം, അതിന് കുറച്ച് മുൻപ് ക്രൈഫിൻ്റെ വീട് ആക്രമിച്ച ആളുകൾ, ആയുധധാരികൾ ക്രൈഫിന് കുടുംബത്തെ ബന്ദികളാക്കി. അപ്പോൾ ഭയം ഉള്ളത് കൊണ്ട് ക്രൈഫ് ബാഴ്സലോണയെ തന്നെ തുടർന്നു, തിരിച്ച് പോയില്ല. ക്രൈഫ് ഇല്ലാണ്ടാണ് അവർ കളിച്ചു, അവർ ജയിച്ചു. അപ്പോൾ അത് ഇന്നും അത് പറയുന്നത് അർജന്റീനൻ ഭരണകൂടമാണ് ആ ബന്ദി നാടകത്തിന് പുറകിലെന്നാണ്. എന്തായാലും ആ ദുരൂഹതയുടെ ചുരുൾ ഇത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് 78 അവരുടെ ടോപ്പ് സ്കോറർ മെരിയോ കമ്പസാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ആ മെരിയോ കമ്പസിൻ്റെ 72ാം ജന്മദിനം ആയിരുന്നു ഈ ജൂലൈ 15. ആ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ അർജന്റീന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി വീണ്ടും ഒരു ഫൈനലിലേക്ക് കയറിയത്. അങ്ങനെ ഒരു യാദൃശ്ചികത അതിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് മാറഡോണയും മെസ്സിയും പറയുന്ന പോലെ അപാരമായൊരു സൂപ്പർ സ്റ്റാറാണ് ശരിക്കും കമ്പസ്, ക്ലബ്ബിലാണെങ്കിലും രാജ്യത്തിലാണെങ്കിലും. പിന്നീട് അവർ വരുന്നത് 82 ലോകകപ്പ്. അതും ശരിക്കും പറഞ്ഞാൽ സംഭവമില്ല. നമ്മൾ ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഈ സെമിയായിട്ട് കൂട്ടി വായിക്കേണ്ട ഒരു മത്സരം. ചാമ്പ്യന്മാരായിട്ട് അവർ വരുന്നത് 82 ചാമ്പ്യന്മാരുടെ പരിവേഷത്തോടു കൂടി വരിക. പക്ഷെ അവരുടെ കഷ്ടകാലത്തിന് ഈ ലോകകപ്പ് തുടങ്ങുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഫോക്ലാൻഡ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. സൈന്യം ഫോക്ലാൻഡ് ദ്വീപ് ബ്രിട്ടൻ്റെ അടുത്ത് പിടിച്ചെടുക്കുന്നു. പക്ഷേ ബ്രിട്ടൻ അത് തിരിച്ചടിച്ചു. ആ യുദ്ധത്തിൽ അർജന്റീന പരാജയപ്പെട്ടു. മാത്രമല്ല അത് വലിയ ഭരണകൂടത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടായി, രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി, സാമ്പത്തിക തകർച്ച വന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആ ലോകകപ്പിൽ നന്നായിട്ട് നിഴലിട്ടു. അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തു പോകുന്നൊരവസ്ഥ വന്നു. ലോക ചാമ്പ്യന്മാരാണ്. മാത്രമല്ല അവരെ നയിക്കുന്നത് ആരാ? ഡിയോഗോ മാറഡോണയുടെ താരോദയമായിരുന്നു 82 ലോകകപ്പ്. അവസാനം മാറഡോണ ബ്രസീലിനെതിരെയുള്ള കളിയിൽ ചുവപ്പ് കാർഡ് കണ്ട് മടങ്ങുന്നും കണ്ടു. അപ്പോൾ ഒരു ദുരന്തത്തിൽ കലാശിച്ചു ശരിക്കും ഫോക്ലാൻഡ് യുദ്ധം. ഇപ്പോൾ ഇരട്ട മുറിവായി. യുദ്ധത്തിൽ തോറ്റതൊരു നഷ്ടം, ഫോക്ലാൻഡ് ദ്വീപ് നഷ്ടപ്പെട്ട ഒരു നഷ്ടം വേറെ, പോരാത്തതിന് ലോകകപ്പിൽ മാറഡോണ ചുവപ്പ് കാണുകയും ആ ലോകകപ്പിൽ പ്രാഥമിക റൗണ്ട് പോയത് നഷ്ടം. പക്ഷേ 86 ആകുമ്പോഴേക്ക് അതങ്ങ് കഥയൊക്കെ മാറി, ചരിത്രമൊക്കെ മാറി. അവർ ശരിക്കും ഉജ്ജ്വലമായിട്ടുള്ള വരവായിരുന്നു. അവിടെ അവർ ശരിക്കും ഇംഗ്ലണ്ടിനെ ക്വാർട്ടറിൽ തോൽപ്പിക്കുമ്പോൾ ഈ ഫോക്ലാൻഡ് യുദ്ധത്തിന് പകരം വീട്ടുന്നത് പോലെ നമ്മൾ മാറഡോണയുടെ 2 ഗോളുകൾ, അത് നമ്മൾ വേറൊരു മാറഡോണയെ നമ്മൾ കണ്ടു. പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ ആദ്യമായിട്ട് കണ്ട ലോകകപ്പാണത്. മറ്റേ നമ്മൾ ആകാശവാണിയിൽ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ ആദ്യമായിട്ട് കണ്ടു ലോക ഫുട്ബോൾ എന്താണ്, ഡിയോഗോ മാറഡോണ ആരാണ്. ഒരുപാട് താരങ്ങൾ, ഒരുപാട് പ്രതിഭകളെ നമ്മളൊന്ന് കണ്ടു. ആ അർജന്റീന പക്ഷേ അടുത്ത ലോകകപ്പ് ആയപ്പോഴേക്കും ആകെ ശിഥിലമായി.
കാരണം ആ ലോകകപ്പിൽ നമ്മൾ 86 കണ്ട ടീമേ ആയിരുന്നില്ല. മാറഡോണയെ നിരന്തരം ഫൗൾ ചെയ്യുന്നു, കളികളൊക്കെ അവർ തട്ടിമുട്ടി ജയിക്കുന്നു. ക്ലോഡിയോ കനീജിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരം അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് തട്ടിമുട്ടി ഫൈനലെത്തിയത്. ശരാശരി ടീമായിരുന്നു ശരിക്കും പറയല്. എന്നിട്ട് അവർ ഒരൊറ്റ ഗോളിനും 85-ാം മിനിറ്റിൽ മറ്റോ വഴങ്ങിയൊരു ഗോളിനാണ് അവരിന്ന് ജർമ്മനിയോട് തോൽക്കുന്നത്. പിന്നീട് അർജന്റീന ആകെ നിറം മങ്ങിപ്പോയി. അതിന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത് 2014 ലയണൽ മെസ്സി വന്നില്ല. ലയണൽ മെസ്സി 2006 കളിച്ചെങ്കിലും 2006 2010 ലയണൽ മെസ്സിക്ക് വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാര്യമായിട്ട് നോക്കൗട്ട് റൗണ്ടുകളിൽ ഗോൾ നേടാൻ സാധിച്ചില്ല, വലിയ അസിസ്റ്റുകളില്ല. പക്ഷേ 2014 നമ്മൾ വീണ്ടും ആ മെസ്സിയുടെ ഒരു മാജിക്ക് നമ്മൾ കണ്ടു. മെസ്സിയുടെ ഒരു ഒറ്റ ചിറകിലാണ് അവർ ശരിക്കും ഫൈനലെത്തിയത്. അത് വീണ്ടും ചരിത്രം ആവർത്തിക്കപ്പെട്ടു. ജർമ്മനിയായിട്ടുള്ള മത്സരം അത് ശരിക്കും ആ അർജന്റീന ആരാധകർ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരമായിരിക്കില്ല. അർജന്റീന ജയിക്കുമെന്നൊക്കെ ഉറപ്പിച്ചു. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ അർജന്റീന ജയിക്കുന്ന മട്ടിൽ വാർത്ത വരെ എഴുതി വെച്ച ഒരാളാണ്. പക്ഷേ മരിയോ ഗോഡ്സെ എന്നുള്ള ഒരാൾ ആ വെടിയുണ്ട ശരിക്കും നെഞ്ചിലേറ്റൊരു വെടിയുണ്ടയാണ്. അർജന്റീന വീണ്ടും തോൽക്കുന്നു. ആ തോൽവി മാത്രമല്ല, മെസ്സിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമേ. മെസ്സിയുടെ മാറഡോണയ്ക്കൊപ്പമോ മാറഡോണയേക്കാൾ വലിയതോ ആയിട്ടുള്ള ഒരു ലെജൻഡായി നിൽക്കുന്നിട്ട് ഒരു കിരീടം പോലും അർജന്റീനയ്ക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചില്ല. കരഞ്ഞിട്ടാണ് മെസ്സി എന്ന മത്സരം അവസാനിപ്പിച്ചതും തിരിച്ചുപോയതും വിരമിക്കലും പ്രഖ്യാപിച്ചു. അവിടെ ദുരന്തം അവിടെ തീർന്നില്ല. ഒരുവിധം മെസ്സിയെ വിരമിക്കൽ തീരുമാനം മാറ്റി കോപ്പയിൽ കളിച്ചു. കോപ്പയിൽ ഇതുപോലെ ഫൈനലിൽ തോൽക്കുന്നു. ഫൈനലിൽ തോൽക്കുന്ന ഒരു ടീം എന്നുള്ളൊരു ചീത്തപ്പേരായിരുന്നു അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ 2018 അത് തുടർന്നു. 18 ശിഥിലമായി പോയൊരു ടീം ഈ തിരിച്ചു വരുന്നത് നമുക്ക് പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടു. പരിഹാസങ്ങളായിരുന്നു. കാരണം പലരും ബ്ലാക്ക് കളർ ടി വിയിൽ അർജന്റീനയുടെ ലോകജയം കണ്ടിട്ടില്ല, വിശ്വജയം കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പരിഹാസത്തിലൊക്കെ നിന്നു. പിന്നെ മെസ്സിയെ കൊണ്ടൊരു കാര്യം, മെസ്സി എപ്പോഴും മാറഡോണയ്ക്ക് ഒരു താഴെയാണ്, കാരണം ലോകകപ്പ് നേടിയിട്ടില്ല എന്ന്. പക്ഷേ 2022 ഈ ചരിത്രം മാറ്റി. അവർ വീണ്ടും ലോകകപ്പിൽ വന്നു, ലോക ജേതാക്കളായി, ഈ മാറഡോണയ്ക്കൊപ്പമായി. അപ്പോൾ ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡാണ് ശരിക്കും പറഞ്ഞാൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ്. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും 26 എത്തുമ്പോൾ, ലോക ചാമ്പ്യന്മാരെ എത്തുമ്പോൾ ഒരു പക്ഷേ 90 അല്ലെങ്കിൽ 82 ആവർത്തിക്കുന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ആശങ്കയൊക്കെ അസ്ഥാനത്താണെന്ന് അവർ തെളിയിച്ചു. കാരണം മെസ്സി 2006 കളിച്ച മെസ്സിയല്ല. നമ്മൾ മെസ്സിയുടെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ 2006 കാര്യമായിട്ട് ഗോൾ അസിസ്റ്റോ ഇല്ല. പക്ഷെ പ്രായം കൂടുന്നതിനനുസരിച്ച് ശരിക്കും വീഞ്ഞു പോലെയാണ്. ഓരോ കാലം കഴിയുന്നതിനനുസരിച്ച് വീര്യം കൂടി വരുന്ന മെസ്സി. അപ്പോൾ 8 ഗോളുമായിട്ട് ഗോൾഡൻ ബൂട്ടിനടുത്ത് എത്തുന്നു. അവിടെ അർജന്റീന നേടിയ ഗോളുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ മെസ്സിയുടെയാണ്, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് മെസ്സിയുടെയാണ്. മെസ്സി മയമാണ് അർജന്റീന ശരിക്കും. അപ്പം എല്ലാം കൊണ്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മടങ്ങി പോകേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് മടങ്ങിപ്പോകാനല്ല വന്നിരിക്കുന്നുള്ളൊരു വലിയ പ്രഖ്യാപനം അർജന്റീന നടത്തി. മാതിരി അവസാന നോക്കൗട്ട് ഘട്ടങ്ങളിൽ നടത്തിക്കുന്ന തിരിച്ചു വരവിടും. അപ്പം സമ്പന്നമാണ് അർജന്റീനയുടെ ചരിത്രം. അപ്പോൾ ആ സമ്പന്നമായ ചരിത്രം അവരൊന്ന് പൂർത്തീകരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിൽ ഞാനിപ്പം ബി കെ പറഞ്ഞ പോയിന്റ് എനിക്ക് കൗതുകരമായിട്ട് തോന്നിയേ, ഈ അർജന്റീന ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടുക എന്ന് പറഞ്ഞാൽ 78 നെതർലൻഡ്സിനെ തോൽപ്പിച്ചിട്ടാണ് കിരീടം നേടുന്നത്. സ്പെയിൻ 2010 ലോകകപ്പ് ആദ്യമായിട്ട് നേടുന്നതും ഇതേ നെതർലൻഡ്സിനെ തോൽപ്പിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് 78 കഴിഞ്ഞ് 82 അർജന്റീന വരുമ്പോൾ പ്രാഥമിക റൗണ്ടിൽ പുറത്താകുന്നു. സ്പെയിനും 2014 എത്തുമ്പോൾ ഇതേപോലെ പ്രാഥമിക റൗണ്ടിൽ പുറത്താകുന്നു. അതിൻ്റെ ഒരു കൗതുകം ഞാൻ പെട്ടെന്ന് ഓർത്താൻ പറഞ്ഞു. ഈ നെതർലൻഡ്സിന്റെ കാര്യം ശരിക്കും പറയേണ്ടതാണ്. കാരണം ടീം ലോകത്തിൽ വരണ്ടാവില്ല. 3 തവണ ഫൈനലിൽ എത്തിയിട്ട്, അതും 2 തവണ എന്ന് പറഞ്ഞാൽ യോഹാൻ ക്രൈഫിന്റെ കാലത്ത്. ഈ യോഹാൻ ക്രൈഫിന്റെ കാലത്തിലാണ് പിന്നെ എപ്പോഴും അവർ നേടും. അത് 2 തവണ തലവേദനയിലേക്ക് പോയി. പിന്നെ 2010 മനുവിനെ അറിയാലോ, സ്പെയിനായിട്ടുള്ള കളിയിൽ ശരിക്കും അവർ ജയിച്ചു എന്ന് ഉറപ്പിച്ചതാ. അവസാനം റോബന്റെ ഒരു പന്ത്, അത് ശരിക്കും ഗോളെന്ന് ഉറപ്പിച്ച നിമിഷം. റോബിന്റെ ഒരു കാലിബർ അനുസരിച്ചിട്ട് ഉറപ്പായിട്ടും അടിക്കേണ്ട ഒരു ഗോളായിരുന്നു, അത് നഷ്ടപ്പെടുത്തി. പറഞ്ഞിട്ടല്ല അത് തന്നെ ഒന്ന് ആലോചിക്കുക. അവിടെ തീരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനൽ നമ്മൾ എടുക്കുമ്പോൾ ഇതേപോലൊരു മുഹൂർത്തം അർജന്റീന ഗോൾ കീപ്പർ ഡിറ്റോ സാധനം. അന്ന് ആ ഗോൾ വീണിരുന്നെങ്കിൽ ഇതേ നമ്മളിപ്പോൾ കാണുന്നതല്ല, അന്ന് മെസ്സിയും കൂട്ടരും കരയുന്ന കാഴ്ച കണ്ടത്. കാരണം അത് ഗോളൊന്ന് ഉറപ്പിച്ച ഒരു സാധനം. കസിയസ് ആണെങ്കിൽ ഇന്നത് മാറി എമിലിയാനോ മാർട്ടിനസ്, ശരിക്കും ഒരു തനി പകർപ്പായിരുന്നു അതിന്റെ. പിന്നെ അത് സ്പെയിൻ്റെ കാര്യത്തിൽ അതിൽ ഇപ്പോഴേ ഈ വേൾഡ് കപ്പിൻ്റെ ഒരു കാഴ്ചയിലേക്ക് ഞാനൊന്ന് വന്നു കഴിഞ്ഞാൽ 2-3 കൗതുകങ്ങൾ അതിനകത്തുണ്ട്. കാരണം 2010 അപേക്ഷിച്ച് ഈ വേൾഡ് കപ്പായിട്ട് ഒരുപാട് സാമ്യങ്ങൾ സ്പെയിൻ്റെ കളി ഞാൻ മുമ്പേ പറഞ്ഞു. അല്ലെങ്കിൽ വെച്ചാൽ ആ വേൾഡ് കപ്പിൽ ആകെ സ്പെയിൻ 2010 കപ്പടിക്കുമ്പോൾ 9 ഗോള് മാത്രമാണ് ആകെ സ്കോർ ചെയ്തിട്ട്. 9 ഗോള് മാത്രം, 2 ഗോളേ വഴങ്ങിയിട്ടുള്ളൂ. ഈ വേൾഡ് കപ്പിലെ സ്പെയിൻ്റെ ഏറ്റവും വലിയ മികവെന്ന് എല്ലാവരും എടുത്തു പറയുന്നത് പറഞ്ഞാൽ 7-ൽ 6 കളിയിലും ക്ലീൻ ഷീറ്റാണ്. ആകെ ഇതുവരെ ഈ ഫൈനൽ വരെ എത്തിയതിനിടയ്ക്ക് ഒരു ഒറ്റ ഗോളേ വഴങ്ങുള്ളൂ. അത് ബെൽജിയത്തോട് ക്വാർട്ടറിൽ കറ്റ്ലാരെ അടിച്ച ഒരൊറ്റ ഗോള്. അർജന്റീന എന്ന് പറയുന്നത് പല ഘട്ടത്തിൽ നമ്മൾ കണ്ടു, ഗോള് വഴങ്ങി പൊരുതി കയറി. അതും ഏറെക്കുറെ അർജന്റീന അവസാനത്തെ ഒരു 10 മിനിറ്റിൽ അർജന്റീന വരുന്നു, അതിൽ ആരെങ്കിലും ഒരാൾ മെസ്സിയോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റോ
എവിടുന്നെങ്കിലും ഇപ്പം മാർട്ടിനസോ അല്ലെങ്കിൽ അൽവാരസോ ആരെങ്കിലും വരുന്ന ഒരു ഗോൾ അടിക്കുന്നു, അല്ലെ വീണ്ടും ഒരു ഗോൾ അടിക്കുന്നു, അവരെ കളി ജയിപ്പിക്കും. ഇന്നത്തെ തമാശ എന്താണെന്ന് വെച്ചാൽ ഫിഫയുടെ മുന്നിൽ കുറേ രാജ്യങ്ങൾ ആവശ്യം വെച്ചു കളി 70 മിനിറ്റായി ചുരുക്കണം അർജന്റീനയ്ക്കെതിരെയുള്ള കളികൾ. അപ്പോൾ ആ രീതിയിൽ അത്രയും. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്പെയിൻ ഒരു കളി പോലും ഒരു ഗോൾ വഴങ്ങി ഒരു ക്രൈസിസ് നേരിടേണ്ടി വരികയോ ഒന്നും ചെയ്യുന്നില്ല. ആകെ ഒരേ ഒരു ഗോളെ വഴങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആ ഡിഫൻസ് എത്ര സ്ട്രോങ് ആണെന്ന്. ഇനി രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ഏറ്റവും കൗതുകമാണ്. അവരുടെ ഏറ്റവും വലിയ ഇന്ധനം എന്ന് പറയുന്നത് വിങ് അറ്റാക്കിൽ വരുന്ന എമാലിൻ്റെ ഒരു പ്രസൻസ് ആണ്. 19 വയസ്സ് മാത്രമാണ് പ്രായം. ആദ്യ ലോകകപ്പാണ്. മറുവശത്ത് ഡിഫൻസിൽ ഏറ്റവും അവരുടെ ഉറച്ച വോള് പോലെ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് കുബാസി. 19 വയസ്സേ ഉള്ളൂ. രണ്ട് ചെറുപ്പക്കാരും, ഒന്ന് മുന്നേറ്റത്തിൽ ഒന്ന് പിൻനിരയിലും. അത് പെലെയുടെ റെക്കോർഡിനൊപ്പം എത്തിയവർ ആ രീതി കളിക്കുന്ന ഒരു ഫോർമേഷൻ. പിന്നെ എന്തിനും പോകുന്ന റോഡ്രി, ക്യാപ്റ്റൻ നമുക്കറിയാം. റോഡ്രി ബാലൻ ദിയോർ 2024 നേടിയ പ്ലെയറാണ്. ആ റോഡ്രി, അതുപോലെ പെഡ്രോ പോറോ അടങ്ങുന്ന ഈ വേൾഡ് കപ്പ് ഫൈനലിൽ ശരിക്കും മാറ്റുരയ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്ന് ലോക ഫുട്ബോളിലെ ഈ ലോകകപ്പ് കളിച്ചതിലെ ഏറ്റവും നല്ല മധ്യനിര എന്ന് പറയുന്ന, കളി മെനയുന്ന മധ്യനിര എന്ന് പറയുന്നത് സ്പാനിഷ് മിഡ്ഫീൽഡിലാണ് സ്പെയിൻ കളിക്കുന്നത്. മിഡ്ഫീൽഡിൽ അവർ കളി മെനഞ്ഞെടുക്കുന്നതും അതിനെ തുടർന്ന് വരുന്ന എന്താ പറയുക പാസിംഗ് ഗെയിമിങ്ങിലുമാണ് അവരുടെ എല്ലാ മുന്നേറ്റങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. ആ മധ്യനിരയെ ഏറ്റവും മികച്ച സ്പാനിഷ് മധ്യനിരയും അർജൻറ്റീനയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ മധ്യനിര ആ രീതിയിലൊരു ഫോമിലേക്ക് അവർ വരുന്നില്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ 19 ഗോള് അവരടിച്ചു, പക്ഷേ 7 ഗോൾ അവർ വഴങ്ങി. അതിൽ സ്പെയിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത്രയും കളികളിലും കൂടെ അവർ 13 എണ്ണം അടിച്ചു. ആകെ വാങ്ങിയെന്ന് പറയുന്ന ഒരൊറ്റ ഗോൾ മാത്രമാണ്. അതിൽ ഗ്രൂപ്പ് ഘട്ടം മുതൽ നമ്മളെടുത്ത് കേപ്പ് വെർദെ എന്ന് പറയുന്ന താരതമ്യേന ആദ്യമായി ലോകകപ്പ് കളിക്കാൻ വരുന്ന ടീം, എല്ലാവരും വിചാരിച്ചു ഒരു 7-8 ഗോളിൻ്റെയൊക്കെ മാർജിന് ജയിക്കുമെന്ന് കണ്ടെടുത്ത് ഒരു രക്ഷയുമില്ലാതെ ഒരു ഡിഫെൻസീവ് അപ്രോച്ച് കളിച്ചൊരു ടീമിൻ്റെ ആയിരിക്കും സ്പെയിൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പകച്ചു. സ്പെയിനിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എല്ലാവരും. അത് ഞാൻ അന്ന് നോക്കിക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 ഇതുപോലെ സ്വിറ്റ്സർലൻഡിനോട് 1-0 തോറ്റു തുടങ്ങിയ ഒരു ടീമായിരുന്നു. 2022 സൗദിയോട് തോറ്റു തുടങ്ങിയ ഒരു ടീം അർജൻറ്റീനയായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരു കാഴ്ചയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കേപ്പ് വെർദെയോട് തോന്നി. പക്ഷെ അതായിരുന്നില്ല. തൊട്ടടുത്ത കളിയിൽ ഉറുഗ്വയെ 1-0 തോൽപ്പിക്കുന്നു, സൗദിയെ 4-0 തോൽപ്പിക്കുന്നു. റൗണ്ട് 32 വന്നു കഴിഞ്ഞപ്പോൾ സ്പെയിൻ്റെ ആ മികവ് മാറ്റുരയ്ക്കപ്പെടുന്നതല്ല, അവർ ഓരോ കളി അനുസരിച്ച് മെച്ചപ്പെടുന്ന കാഴ്ചയാണ്. കാരണം മാറ്റിമറിക്കുന്നതല്ല. അതിനകത്ത് ഏക പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നീട് കളിച്ചതെന്ന് പറഞ്ഞാൽ ആ രീതി ഇന്ന് ലോക ഫുട്ബോളിലെയും ഏറ്റവും മികച്ച ടീമുകളോടാണ് പിന്നെ അവർ ഏറ്റുമുട്ടേണ്ടി വരും. ഇപ്പോൾ റൗണ്ട് 32 ഓസ്ട്രിയയെ 3-0 തോൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ നേരിടേണ്ടി വന്നത് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിനെയാണ്. ഇതേപോലെ 2010 പോർച്ചുഗലിനെ പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചിട്ടാണ് സ്പെയിൻ ആ മുന്നേറ്റം തുടരുന്നത്. ക്വാർട്ടറിലേക്ക് വന്നു കഴിഞ്ഞാലോ ബെൽജിയത്തെ ഇതേപോലെ 2-1 തോൽപ്പിക്കുന്നു. സെമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരുമാതിരി നമ്മുടെ മലയാളി ആരാധകരടക്കം എല്ലാവരും ഈ ഫ്രാൻസിനെ ആർക്കും തടുക്കാൻ കഴിയില്ല, ഫ്രാൻസ് അർജൻറ്റീന ഫൈനൽ എക്സ്പെക്റ്റ് ചെയ്ത് കരുതിയെടുത്തുനിന്നാണ് ഫ്രാൻസിനെ എന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ സ്പെയിന് ഒരു അവരെ വരിഞ്ഞു മുറുക്കി. ശരിക്കും തോന്നുന്നു മനു, അവർ ബെൽജിയത്തിൻ്റെ കളി മുതലാണ് ശരിക്കും പറഞ്ഞാൽ സ്പെയിൻ ശൈലി മാറി. അതിൽ എന്താണെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ കളിയിൽ ആരും പ്രതീക്ഷിച്ചില്ല പെഡ്രിയെ പോലൊരു പ്ലെയറെ മാറ്റി നിർത്തിയിട്ട് ഫാബിയൻ റൂയിസ് അവിടെ വരുന്നു. കാരണം വെച്ചാൽ മിഡ്ഫീൽഡിലെ ആ കളിയിൽ ഒരു സ്പീഡ് കുറയാൻ ഒരു കാരണവശാലും പാടില്ല എന്നുള്ള ആ ഒരു കാൽക്കുലേഷനാണ്. ഫ്രാൻസ് അതുപോലെ ത്രൂ ബോളിലൂടെ മുന്നേറുകയും സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കളിക്കുമെന്നറിയാം. മിഡ്ഫീൽഡ് കളി അവരുടെ വരുതിയിലാക്കിയിട്ട് ഈ പറയുന്ന ഒരു വശത്ത് ഡിഫൻസിലാണോ കളിക്കുന്നത് ഫോർവേഡിലാണോ കളിക്കുന്നത് അറിയാത്ത കുക്രേയ, മറ്റേറ്റത്ത് യമാൽ, അതിനിടയ്ക്ക് ഫാബിയൻ റൂയിസിൻ്റെ പ്രസൻസും കൂടെ ആയപ്പോൾ തന്നെ കളിയുടെ മൊത്തം ഒരു ഇക്വേഷൻ അങ്ങ് ചേഞ്ച് ചെയ്യും. 3 പേർക്ക് ശരിക്കും പറഞ്ഞാൽ ട്രിപ്പിൾ എഞ്ചിനായിരുന്നു ഫ്രാൻസിന്. എംബാപ്പെ, ഒലീസെ, ഡെമ്പലെ, അവരെ തടക്കാൻ സാധാരണ രീതിയിൽ ആർക്കും സാധിക്കില്ല. പക്ഷേ സ്പെയിനിൻ്റെ അടുത്ത് അവർ സെൻട്രൽ സർക്കിളിന് അപ്പുറത്തേക്ക് അവർ നിഷ്പ്രഭമായി അവരുടെ നീക്കങ്ങളൊക്കെ നിഷ്ഫലമാവുന്നതാണ് നമ്മൾ കണ്ടത്. ഫ്രാൻസിനെ സംബന്ധിച്ച് അവിടെ ബാർക്കോളെ, ഡെമ്പലെ അവർക്കൊപ്പം കളിക്കുന്നതാണ് ഫാബിയൻ റൂയിസ് PSG-യിൽ. കാരണം ഇവരെ രണ്ടുപേരെ നന്നായിട്ട് അറിയുന്ന ഒരു പ്ലെയർ അവിടെ നടുക്ക് നിന്ന് ഇവരെ മാർക്ക് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ദൗത്യം കൂടെ ഏറ്റെടുക്കുക. ഈ കുക്കുറയെ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഏത് സമയത്താണ് ആ താരത്തിൻ്റെ ഒരു പ്രസൻസ് പോസ്റ്റിൽ വന്നിട്ട് എംബാപ്പയുടെ ഗോൾ ഷോട്ട് എന്ന് ഉറപ്പിക്കുന്ന സമയത്ത് ആ പന്ത് തട്ടിയെടുത്തുകൊണ്ട് വളരെ ഡിഫൻഡർ എന്ന് ഓർക്കും. ആ രീതി കളിക്കുന്നൊരു പ്ലെയർ. പിന്നെ അറ്റാക്ക് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഈ വേൾഡ് കപ്പിൽ അധികം ആരും അങ്ങനെ ചർച്ച ചെയ്യുകയോ ആകർഷിക്കപ്പെടാത്തൊരു ആളെന്ന് പറയുന്നത് ഈ ഓൾമോയുടെ ഒരു പ്രസൻസാണ്. എപ്പോഴും അവരുടെ സ്ട്രൈക്കർ ഉയർസബാലാണ്, ഗോൾ അടിക്കുന്നുണ്ട്, ശരിയാണ്. ഓൾമോ ഈ പറഞ്ഞാൽ നമ്മൾ മെസ്സിയെ പറയുന്ന പോലെ തന്നെ അസിസ്റ്റ് കൊണ്ട് മാത്രം വാർത്തകൾ നിറയുന്ന ഒരാളാണ്. ഈ പലപ്പോഴും ഓൾമോ കയറി കളിക്കുകയും ഓൾമോ ഷൂട്ട് ചെയ്യുമെന്ന് എതിരാളികൾ കരുതുന്നിടത്തുന്ന ഓൾമോയുടെ ഒരു ക്രൂഷ്യൽ പാസിൽ നിന്നാണ് ഈ പല ഗോളുകളും അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ഓൾമോ യമാൽ സഖ്യം ശരിക്കും ആ ഒരു ചാല് വളരെ കറക്റ്റാണ്. ആ രീതിയിൽ അതാണ് ഈ സ്പെയിനിന് അവിടെ ഒരു
അഡ്വാൻറ്റേജ് നൽകുന്നത്. പിന്നെ അർജന്റീനയെ സംബന്ധിച്ച് നമുക്ക് പറയാം, പിന്നെ എനിക്ക് തോന്നുന്നത് മനു, നമ്മൾ പറയുമ്പോൾ വിട്ടുപോയൊരു സാധനം, ഇതൊക്കെ നമ്മൾ കാണുന്നൊരു കളി ശരിക്കും ഈ ഹൈ ആയിട്ട് പ്രസ് ചെയ്യാൻ സ്പെയിനെ സഹായിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ഗോൾ കീപ്പറാണ് സിമോൺ ഗോൾ വഴങ്ങുന്നില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ സിമോൺ കളിക്കുമ്പം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ബോക്സിൻ്റെ ഫ്രണ്ടിലാണ് സിമോൺ. അപ്പോൾ ഒരു 30 മീറ്റർ ദൂരം ശരിക്കും സിമോൺ പ്രതിരോധിക്കുന്നുണ്ട്. സിമോൺ കയറി മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ റോഡ്രിഗൊക്കെ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കയറാം. കാരണം അവരുടെയും ഗോൾ കീപ്പറുടെ ഇടയിലെ ഗ്യാപ്പ് കുറവാണ്. ഗോൾ കീപ്പർ പോസ്റ്റ് അടുത്ത് നിൽക്കുന്ന സമയത്ത് വലിയ ഗ്യാപ്പ് വരും. ഇത് അങ്ങനെയല്ല, സിമോൺ നിൽക്കും. സിമോൺ ഒരു 30 മീറ്റർ നിൽക്കും, വേണമെങ്കിൽ ഒരു 10-20 മീറ്റർ മുന്നോട്ട് കയറും. അപ്പോഴേക്ക് ഓൾമോസ്റ്റ് ഗ്രൗണ്ടിൻ്റെ അവരുടെ ഗോൾ ഏരിയയുടെ പകുതി എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും ഇവരുടെ ഡിഫൻഡർമാർക്കും മിഡ്ഫീൽഡർമാർക്കും പ്രതിരോധിക്കുന്ന ജോലി കുറഞ്ഞു കിട്ടി. അപ്പോൾ സിമോണിൻ്റെ റോളും ഭയങ്കരമാണ്. അല്ല, അതിനെന്നറിയോ, അതൊരു പരിധി വരെ അതിനൊരു റിസ്ക്കും ഉണ്ട്, ഒരു അസറ്റും ഉണ്ട്. ഗോൾ കീപ്പറിൽ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അതെ, വിശ്വാസമുണ്ട്. ഈ അതേ സെയിം രീതിയിലാണ് ഇംഗ്ലണ്ട് പിക്ഫോർഡ് കളിച്ചത്. ആ കളിയിൽ പിക്ഫോർഡ് അങ്ങനെ അഡ്വാൻസ് ചെയ്താൽ കളിച്ചേ. പല ഘട്ടത്തിലും അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആകുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ ഗോളി കളിക്കുമ്പോൾ ഉള്ള അവരുടെ ആ ഒരു എന്താ പറയുക കളി രീതി അവർ സ്വീകരിക്കാൻ കാര്യം ഒരു പക്ഷേ അവർക്ക് ഈ മിഡ്ഫീൽഡിൽ കളിക്കൊരു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കൂടെയാണ്. അത് അത്ര ഏരിയ നോക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നലത്തെ കളിയിൽ അർജന്റീന ഇംഗ്ലണ്ട് കളിയിൽ ശരിക്കും അവരുടെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വേറൊരു കളിയാണ് കണ്ടത്. ഒരു ഫൗൾ ഗെയിം, റഫ് ഗെയിമായിട്ട് ആ കളി മാറി. ആ ടാക്ടിക്സ് ഒരു പക്ഷേ ഈ സിമിയോണിയെ വെച്ചിട്ട് ആ ഫൈനലിൽ സ്പെയിനെതിരെ കളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്പെയിൻ്റെ ഈ കളി ഇതുവരെ കണ്ട രീതിയിലുള്ള അവർ ആ കളിക്കാൻ ഒരു ഫ്രീഡം അവർക്ക് കിട്ടണമെന്നില്ല. അതായിരിക്കാം ഒരു പക്ഷേ സ്കലോണി സ്പെയിനെതിരെ പറയും. കാരണം സ്പെയിൻ എപ്പോഴും അവരുടെ കളി അവരുടെ പരിധിയിലായി കഴിഞ്ഞാൽ പിന്നെ എതിരാളിക്ക് പിന്നെ നോക്കണ്ട. അത് ആ ഒരു രീതിയിൽ ഫ്രീ ഹാൻഡായിട്ട് കളിക്കാൻ അവരെ വിടാതിരിക്കുക എന്നുള്ളതായിരിക്കും അർജന്റീന സ്വീകരിക്കാൻ പറ്റും. അതിൽ അർജന്റീനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും ഇന്ന് കഴിഞ്ഞ ദിവസത്തെ കളിയിലൊക്കെ കണ്ടു, പന്ത് പൊസിഷൻ കിട്ടിയിട്ടും സ്പീഡിൽ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്കെന്നെ തോന്നി ഇതെന്താ ഒരു മുന്നോട്ട് പാസ് ചെയ്യാത്തത്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് പർദേശിനെ പോലെ കുറച്ച് പതുക്കെ കളിക്കുന്ന കളിക്കാർ ഒരു സ്ലോ ഡൗൺ ചെയ്യുന്നതാണ്. എതിരാളിയെ തിരിച്ച് വിളിക്കാൻ വേണ്ടി സ്ലോ ഡൗൺ ചെയ്തൊരു തന്ത്രമായിരിക്കും. അത് ശരിക്കും സ്പെയിൻ്റെ അടുത്ത് എത്രമാത്രം വിലപ്പോകുമെന്ന് എനിക്കറിയില്ല. പിന്നെ 2 പോയിന്റും കൂടെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതുവരെയുള്ള അർജന്റീനയുടെ ഒരു സ്കോർ ചെയ്യുന്നു, പക്ഷേ അർജന്റീന എപ്പോഴും ഗോള് വഴങ്ങുന്നു എന്ന് പറയുന്നു. ആ വഴങ്ങുന്നതും ആ പ്രഷറും അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാഗ്യവും അല്ലെ എതിരാളികൾ പലപ്പോഴും ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഈജിപ്തിൻ്റെയും കളിയുടെ ഏറെക്കുറെ റിപ്ലിക്കായിരുന്നു. കാരണം ആ 2 കളിയിലും ഈജിപ്ത് 2 ഗോളിന് മുന്നിലെത്തിയിട്ടും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ആ 1 ഗോളിന് മുന്നിലെത്തിയിട്ട് കംപ്ലീറ്റ് ഡിഫെൻസീവ് അപ്രോച്ചിലേക്ക് മാറിയതാണ് ശരിക്കും അർജന്റീനയ്ക്ക് ആ രീതിയിൽ ഒരു അറ്റാക്കിംഗ് ഗെയിം കളിക്കാൻ കഴിഞ്ഞു. അത് സ്പെയിന് കഴിഞ്ഞ ലോകകപ്പ് 2010 നേടിയതിന് ശേഷമുള്ള ലോകകപ്പിൽ അവർ 2 കളിയിൽ ക്രൂഷ്യൽ കളി പരാജയപ്പെട്ട് ഇതേപോലെയായിരുന്നു. ഒരു ഗോൾ അടിച്ചിട്ട് ഗോൾ വഴങ്ങാതിരിക്കാൻ പിന്നീട് നോക്കുന്നത്. ആ ടാക്ടിക്സ് കളിക്കുന്ന പക്ഷം അർജന്റീന വീണ്ടും ജയിക്കാനുള്ള സാധ്യത വളരെ സ്കോറിങ്ങിന് കാര്യം വരും. സ്കോറിങ്ങിൽ ശരിക്കും സ്പെയിനിന് പൊസഷൻ ഗംഭീരമാണ്. ഒരു ചെറിയൊരു പോരായ്മയില്ല. ശരിക്കും ഒയർസബാൾ ഏറ്റക്കുറിച്ചിലാണ്. ഇന്ന് കളിച്ചാൽ നാളെ കളിക്കില്ല. യമാൽ വിങ്കിൾ ഗംഭീരമായിട്ട് നീക്കണം നടന്നു, പന്ത് കൊടുക്കുന്നു. പക്ഷെ അത് ഫിനിഷിംഗ് ഇല്ല. അവസാനത്തെ ടച്ച് ഉണ്ടല്ലോ, അതിലെവിടേക്കും ഒരു പോരായ്മ. അതാ ഒരു ആ രീതിയിൽ ഇപ്പം നമ്മൾ എന്താ പറയുക, പണ്ട് ടോറസ് കളിച്ചപ്പോഴോ അല്ലെങ്കിൽ റൗൾ കളിക്കും അങ്ങനത്തെ രീതിയിൽ ഒയർസബാൽ ഗോൾ അടിക്കുന്നു, പെനാൽറ്റി ഒക്കെ ഉണ്ട്, നല്ല ക്ലീൻ ഫിനിഷൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഗോൾ അടിക്കുന്നതിലൊരു നല്ല നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഇപ്പം കഴിഞ്ഞ ഇന്നലത്തെ സെമിയിൽ തന്നെ ആ 2ാമത്തെ ഗോൾ വീഴുന്നതിന് മുമ്പ് ഒരു 5 പേര് 1 ടച്ചിൽ നടന്ന ഒരു പാസിനൊടുവിൽ ഫാബിയൻ റൂയിസിൻ്റെ ആ ഒരു പ്ലേസിങ് കറക്റ്റ് പുറത്തു പോയി. അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഗോളുകളൊന്നാണ് അത്. ആ രീതിയിൽ എന്താ പറയുക, ഒരു ഫിനിഷിങ്ങിൽ ഒരു ചെറിയ പോരായ്മയുണ്ട്. പക്ഷേ അതിൽ വേറൊരു സംഗതി എന്ന് വെച്ചാൽ അവർ കളിച്ചത് ഈ പറഞ്ഞാൽ പോർച്ചുഗൽ, ബെൽജിയം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഫൻസീവ് വളരെ സ്ട്രോങ് ആയ ഒരു ടീമാണ്. അർജന്റീനയെ സംബന്ധിച്ച് മധ്യനിരയിൽ എങ്ങനെ സ്പെയിൻ്റെ കളി അവർക്ക് ഫ്രീ ഹാൻഡ് കിട്ടുമോ അത് അർജന്റീന പൂട്ടിക്കഴിഞ്ഞാൽ സ്പെയിനെ സംബന്ധിച്ച് എനിക്കൊന്നും അതിന് സാധ്യത ഉണ്ട്. കാരണം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ കളിയിൽ അവരുടെ മിഡ്ഫീൽഡ് പ്രതിരോധം വളരെ ഫലപ്രദമായിരുന്നു. ഇപ്പം എൻസോ ഫെർണാണ്ടസ് ആണെങ്കിലും മെക്കാലിസ്റ്റർ ആണെങ്കിലും അവരവിടെ നന്നായിട്ട് ജോലി ചെയ്തു. അതുകൊണ്ടാണ് ശരിക്കും ഇംഗ്ലണ്ടിനെതിരെ ഈ കെയിനോ അല്ലെങ്കിൽ ബെല്ലിംഗാമിനോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കെയിൻ കഴിഞ്ഞ 2 കളി കുറച്ച് മോശമാണ്, ബെല്ലിംഗാം നല്ല ഫോമിലായിരുന്നു. പക്ഷേ സെമിയിൽ ഏറ്റവും നിർണായകമായ സെമിയിൽ അവർ 2 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് ആ ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്ത് അവർ അവിടെ തന്നെ അങ്ങ് നിർത്തി കളഞ്ഞു. അത് ആ പ്രസ്സിങ്ങും സ്പെയിന് ഇതേപോലെ തന്നെ എംബാപ്പയും ഡെംബലയും ഒലീസയും പൂട്ടി അതേ ജോലിയാണ് ഇവിടെ ഇംഗ്ലണ്ടിനെതിരെ. ഇംഗ്ലണ്ട് അതേ തന്ത്രം നോർവേക്കെതിരെ പറ്റിയിട്ട് ഹാലൻഡിനെ പൂട്ടി കളഞ്ഞിരുന്നു. അവർക്കാണ് ഈ പിഴവ് സംഭവിക്കുന്നത്. അതിനാണ് ഇതിൽ ഇപ്പോൾ ഫൈനലി വേറൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു വൈൽഡ് ഗസ് എന്ന് പറയുന്നത് വെച്ചാൽ സ്പെയിന് സപ്പോസ് ഒരു ഗോള് അർജന്റീനയോട് വഴങ്ങിക്കഴിഞ്ഞാൽ സ്പെയിൻ അത് ജയിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു വരാം എന്നുള്ളതാണ്. അർജന്റീനയുടെ പോസ്റ്റ് ഗോൾ അടിക്കാം, പക്ഷേ സ്പെയിൻ ഇതുവരെയും അങ്ങനെ ഗോൾ കൺസീഡ് ചെയ്തിട്ട് പിന്നീട് എന്താ പറയുക ഒരു ഗോൾ തിരിച്ചടിച്ച് ജയിക്കേണ്ട ഒരു
ക്രൈസിസ് ഇതുവരെ നേരിടുന്നില്ല. അത് ഒരു ടെസ്റ്റിംഗ് ആയിരിക്കും. അർജന്റീനയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഈ വേൾഡ് കപ്പിലെ എന്താ പറയുക ഒരു നീക്കിയോ ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗോൾ അടിച്ചാലും തിരിച്ചടിച്ച് ജയിക്കാവുന്നുള്ള ഒരു കപ്പാസിറ്റി. അത് ഈ 90 മിനിറ്റ് കളി ഇത്രയും ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരു അവസാനത്തെ മിനിറ്റുകളിൽ ഇങ്ങനെ ഗോൾ അടിക്കാൻ കഴിയുന്നുള്ളത് അത് ശരിക്കും അർജന്റീനയ്ക്ക് ഒരു സ്പെയിനിന് ഒരു എഡ്ജ്. കാരണം വെച്ചാൽ അത് നമ്മൾ എത്ര ഗോൾ അടിച്ചാലും നമുക്ക് ജയം ഉറപ്പിക്കാൻ പറ്റും എന്നൊരു പ്രതീതി എതിർ ടീമിനില്ല. കാരണം അർജന്റീന അടിക്കുന്നുള്ളത് ഇപ്പൊ തളർച്ചയില്ല. കാരണം അടിക്കും ഒരു പ്രതീക്ഷ. ഇപ്പൊ ഇംഗ്ലണ്ടിനെതിരെ മത്സരത്തിൽ കടുത്ത അർജന്റീന ആരാധകർ, ബോധരഹിതരാവുന്ന അർജന്റീന ആരാധകർ പോലും അടിക്കുമായിരിക്കും അങ്ങനെ ഒരു വിശ്വാസം വന്നു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരാളെ വിട്ടുപോയി, നിക്കോ വില്യംസ്. ശരിക്കും ഈ ഫസ്റ്റ് ലെവലിൽ ഇറങ്ങാത്തത് സ്പെയിൻ ഒരു വലിയ ക്ഷീണം വരുന്നില്ലേ? ഉണ്ട്. നിക്കോ വില്യംസിന് പരിക്ക് പൂർണ്ണമായി ഭേദമായിട്ടില്ല. അത് ഈ പറഞ്ഞ അലക്സ് ബയാന ആണ് ആ റോൾ ഇപ്പം നിർവഹിക്കുന്നത്. പക്ഷേ എന്താ വെച്ചാൽ ബയാനയിൽ നിന്ന് ആ രീതിയിലുള്ള ഒരു ഭാവനാസമ്പന്നമായ നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല. നിക്കോ വില്യംസ് ഉണ്ടാകണമെന്ന് വെച്ചാൽ യമാലിന് അത്ര നല്ല സപ്പോർട്ട് മറ്റേ വിങ്ങി കിട്ടും. എന്താ പറയുക, വളരെ ലോങ് ബോളുകളായാലും ശരി, നല്ല സ്പീഡായിട്ട് ആ വിങ്ങിലൊരു മുന്നേറ്റം. അത് ഒരു പക്ഷേ ഒരു പ്രശ്നമായിരിക്കും. ചിലപ്പം കഴിഞ്ഞ കളിയിൽ പെഡ്രിയെ മാറ്റി ഫാബിയൻ റൂയിസ് ആ റോളിലേക്ക് വന്നെന്ന് പറയുന്ന പോലെ ചിലപ്പം ഫൈനലിൽ പ്രതീക്ഷിക്കാം. ഈ ഫാബിയൻ റൂയിസിൻ്റെയും വേറൊരു കൗതുകം ഉണ്ടായിരുന്നു. കാരണം ഫാബിയൻ റൂയിസ് സ്പെയിനിന് വേണ്ടി കളിച്ച 49 കളി കളിച്ചിട്ടുണ്ട്. ഇന്ന് വരെ സ്പെയിൻ തോറ്റിട്ടില്ല ഫാബിയൻ റൂയിസ് കളിച്ച കളിയൊന്നും. ഒരു 50ാമത്തെ കളിയാണ് ഫൈനൽ എന്ന് പറയുന്നത്. അത് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അതൊരു അപൂർവ റെക്കോർഡ്. ആകെ എനിക്ക് തോന്നുന്നു 1-2 പേരെ അതിന് മോളി സ്കോർ ചെയ്തു. 49 കളി ഒരു പ്ലെയർ കളിച്ചിട്ട് ആ ടീം തോറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ആളിൽ വിശ്വാസം അർപ്പിക്കാനുള്ള ഒരു മറ്റൊരു ഘടകം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ രണ്ട് മറുവശത്ത് അതുപോലെ സ്കലോനിയുടെ കാര്യം നമ്മൾ ആലോചിക്കുക. 2018 അന്ന് തന്നെ ഒരു വശത്ത് മെസ്സി കോച്ചായിട്ട് മറഡോണ നിൽക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്കലോനിയെ പോലെ ഒരാൾ അവിടെ വരുന്നതോടെ ആ ടീമിനുണ്ടാകുന്ന മാറ്റം. 4 കിരീടങ്ങൾ, കോപ്പ 2, ഒരു ഫൈനൽ സിമ, ഒരു ലോക കിരീടം, 5ാം കിരീടത്തിൻ്റെ പടിവാതിക്കലാണ് സ്കലോനി. 100 കളിയിൽ ആ ടീമിനെ കോച്ചായിട്ട് 100 കളി ഇതുവരെ സ്കലോണിയുടെ കീഴിൽ 73 കളി ജയിച്ചിട്ടുണ്ട്. 18 കളിയിൽ ടൈ. ആകെപ്പാടെ 9 കളിയെ തോറ്റിട്ടുണ്ട്. അടിപൊളി റീസ്ട്രക്ചർ ചെയ്തു. അതായത് പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയാതെ വിട്ടുപോകുന്നത്, വിക്കാന് കൂട്ടിച്ചേർക്കേണ്ട ശരിക്കും ഈ ലോകകപ്പിൽ 2 ടീമിന്, സ്പെയിനും അർജന്റീന ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് വഴിയായിരുന്നു. മിക്കോ മെറീനോ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഇറങ്ങി 2 കളിയിൽ അവർ ക്രൂഷ്യൽ ഗോൾ അടിച്ച് അവിടെ ജയിപ്പിക്കുന്നത് കണ്ടു. അതുപോലെ ഫെറാൻ ടോറസ് ആണെങ്കിൽ ഗോൾ അടിച്ചില്ലെങ്കിലും ഗോളാവസരം സൃഷ്ടിക്കുന്നു. മറുവശത്ത് അർജന്റീനയുടെ ഈ വേൾഡ് കപ്പ് മൊത്തം എടുത്തു നോക്കി മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ടുകാർ ഹീറോ ആയ ചരിത്രമായി. മെസ്സിയെ മാറ്റി നിർത്തിയാൽ ഈ അവസാന കളികളിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ് വന്ന് ഗോൾ അടിച്ചിരിക്കുന്നത്. അതും ടീമുകൾ കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കാരണം ബെൻ സ്ട്രെങ്ത്, മറ്റേ സ്ട്രെങ്ത്, ഫീൽഡിലെ സ്ട്രെങ്ത്തിനേക്കാളും ഗംഭീരമാണ് ബെൻ സ്ട്രെങ്ത് എന്ന് വരുമ്പം അത് അവസാന നിമിഷം വരെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു അവസരം വരും. പിന്നെ നമ്മൾ സ്പെയിൻ്റെ കാര്യം വരും, യമാലിനെ പൂട്ടാൻ എന്തായിരിക്കും ശരിക്കും അർജന്റീന ഒരു വഴി? ഈ ടാഗ്ലോഫിക്കോയ്ക്ക് സാധിക്കും അത്? അതെ, യമാലിനെ പൂട്ടുക എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, മറുവശത്ത് നിക്കോ വില്യംസ് വരികയാണെങ്കിൽ ഈ പറയുന്ന അത് അത്ര എളുപ്പമല്ല. ഇപ്പോഴും ഞാൻ പറയാം, ഈ യമാലിനെ പൂട്ടുന്നതിനൊക്കെ പറയും ഈ മിഡ്ഫീൽഡിൽ പെഡ്രോ പോറോയോ അല്ലെങ്കിൽ റോഡ്രിയോ, അവർ 2 പേരും കൂടെ സെൻട്രൽ അന്ന് ഇനിയസ്റ്റയും സാവിയും ചെയ്യുന്ന പോലെ ആ ഒരു വെർട്ടിക്കലായിട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ ഈ വിങ്ങിൽ നിന്ന് അടുത്ത സെക്കൻഡ് അപ്പുറം മാറി കളിക്കുന്നു. ആ രീതിയിൽ മിഡ്ഫീൽഡിലും ഡിഫൻസിലുമായിട്ട് അവർ നടത്തുന്ന ആ കീ നീക്കങ്ങളുണ്ട്. അതിനെ ഒരു പരിധിവരെ ഒരു ടഫ് ഗെയിം കൊണ്ട് എന്താ പറയുക, പൊസിഷൻ ഗെയിമിങ്ങിന് സ്പെയിനെ വിടാതെ ആ രീതി മാർക്ക് ചെയ്യുന്ന അർജന്റീന ഒരു ട്രൈ നടത്തി കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെതിരെ കണ്ടു അതേ ഓപ്പറേഷൻ ആയിരിക്കും ഫൈനലി കാണാൻ. സ്ട്രക്ചർ കറക്റ്റ്. അതെ, കറക്റ്റ്. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ ഫ്രാൻസിന് സംഭവിച്ച പോലെ അർജന്റീനയുടെ പോസ്റ്റിൽ സ്പെയിൻ ഗോൾ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ അവരുടെ കളിക്കാൻ അവരെ വിട്ടിട്ടുണ്ടോ, അവർ അന്നത്തെ ടിക്കറ്റാക്ക പോലല്ല, അവർ ഫാസ്റ്റായിട്ട് ഇപ്പോൾ കളിക്കുന്നു. ആ രീതിയിൽ കളിക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് സ്പെയിനുണ്ട്. അതിന് പറ്റുന്നൊരു നിരയുണ്ട്. താരതമ്യേന ചെറുപ്പത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രായം തന്നെ ശരാശരി 26 വയസ്സ്. നമ്മൾ ബാക്കി കളിക്കാരൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു വ്യത്യാസം വരുത്താൻ പോകുന്ന ഒരാൾ ശരിക്കും തുടക്കത്തിൽ പറഞ്ഞ 19-കാരൻ്റെ കുബാർസി ആയിരിക്കും. ഈ ലോകകപ്പിൻ്റെ ഒരു കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ശരിക്കും കുബാർസിയാണ്. വേണമെങ്കിൽ യങ് പ്ലെയർ ഓഫ് ദ അവാർഡ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് കുബാർസി ഓർപ്പിച്ചു. കുബാർസി ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ ക്ലീൻ ഷീറ്റ് അവിടെ ഉണ്ടാകുന്നത്. ആരെയൊക്കെയാണ് പൂട്ടുന്നത്? എംബാപ്പെ അല്ലെങ്കിൽ ലൂക്കാക്കു. ഒരാളെ ഗോൾ അടിക്കാൻ വിടാതെ 19 വയസ്സേ ഉള്ളൂ. അതെ. അപ്പം ബിക്കയുടെ ഒരു അസംഷനിൽ എങ്ങനെയാണ് അർജന്റീന ഈ പറയുന്നത്, നമുക്കിനിയിപ്പം ഓൾ ടൈം ഗ്രേറ്റ് എന്ന് പറയുന്നതിൽ ഇനി ഒരു തർക്കം ഉണ്ടാവുന്ന ഒരു ആരും അതിന് തർക്കിക്കേണ്ട കാര്യം പോലും ഇല്ല. വെറുതെ റൊണാൾഡോ എന്നോ അല്ലെങ്കിൽ നെയ്മറെന്നോ ഒന്നും പറയണ്ട. മറഡോണയ്ക്ക് മുകളിൽ മെസ്സി ആയിക്കഴിഞ്ഞു. അങ്ങനെ ഒരു രീതിയിൽ ഒരു കപ്പോഴുകൂടി മെസ്സിക്ക് ഒരു വിടവാങ്ങലാണോ നമ്മൾ ഞായറാഴ്ച കാണുക, അതോ സ്പെയിൻ ഒരു 2ാം ലോക കിരീടം
ടീം സൂപ്പർ സ്റ്റാർ ആകുകയും മറുവശത്ത് അസിസ്റ്റിലൂടെയും ടോപ്പ് സ്കോററായിട്ടും മെസ്സി ഒരു ലോക കിരീടം നേടുന്ന കാഴ്ചയാണോ? ഏതായിരിക്കും സംഭവിച്ചത്? ഈ പ്രകടനത്തിലെ ഒരു സ്ഥിരത നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ സ്പെയിന് വലിയൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ലോകകപ്പിൻ്റെ പൊതുവെയുള്ള ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ അതിലെവിടെയോ ഒരു കഥ അടിയിൽ, ഈ കളികൾക്കിടയിൽ എവിടെയോ ഒരു കഥ രചിക്കപ്പെടുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അത് മെസ്സിക്ക് വേണ്ടി ഒരു കഥ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അർജൻറ്റീന വന്നിരിക്കുന്ന തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ അത്ഭുതം, നമുക്ക് അവിശ്വസനീയമാണ് പലതും. അത് എന്തോ ഒരു വലിയൊരു പരിസമാപ്തിയിലേക്കുള്ള ഓരോ ചുവടുകളാണെന്ന് തോന്നുന്നു. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കളിക്കളത്തിലെ കളി മാത്രമല്ലല്ലോ, കാലം എവിടെയോ ഒരു കാൽപ്പനികമായ ഒരു ചില ഘടകങ്ങൾ കളിയിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മെസ്സിക്ക് ഒരു രണ്ടാം കിരീടം, ബാക്ക് ടു ബാക്ക് കിരീടം കിട്ടിയിട്ടില്ല. ബ്രസീലും ഇറ്റലിയും മാത്രമേ നേടിയിട്ടുള്ളൂ. അങ്ങനെ ഒരു ചരിത്രം മെസ്സിയെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് സംശയം. അല്ലെങ്കിൽ ഇവരെങ്ങനെ തിരിച്ചു വരിക? കേപ്പ് പുറത്തേക്കുള്ള കളി തോറ്റുപോകുമെന്ന് വിചാരിച്ചു. ഈജിപ്തിനെതിരെ തോൽവി ഉറപ്പിച്ചു. ഇംഗ്ലണ്ടിനെതിരെയും ഏതാണ്ട് ഉറപ്പിച്ചു. ബ്രിട്ടീഷ് മാധ്യമങ്ങളൊക്കെ ഇംഗ്ലണ്ട് ഫൈനലിൽ എത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ട്വീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. അവിടെ നിന്നൊക്കെ ഈ മനുഷ്യൻ, ഈ അത്ഭുത മനുഷ്യനെ അത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ സ്പെയിൻ ശരിക്കും എങ്ങനെ പ്രതിരോധിക്കും? നമ്മളിപ്പോൾ യമാലെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞു. ഒരു പക്ഷേ വഴികളുണ്ടാവും. കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൻ്റെ ട്യൂഷലിനോട് ചോദിച്ചു, നിങ്ങൾ മെസ്സിയെ പൂട്ടാനുള്ള പ്ലാൻ എന്താണ്? അപ്പോൾ ട്യൂഷൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് പ്ലാനുണ്ട്, എല്ലാ കോച്ചസിൻ്റെ അടുത്തും മെസ്സിയെ പൂട്ടാൻ പ്ലാനുണ്ട്. പക്ഷേ ആ പ്ലാനോട്ട് ഇറങ്ങിയാൽ അതിൻ്റെ അപ്പുറത്തൊരു പ്ലാൻ മെസ്സിയുടെ കയ്യിലുണ്ട്. നമുക്കറിയാം മെസ്സി എങ്ങനെ കളിക്കും, എങ്ങനെ ഗോളടിക്കും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അത് തടയാൻ മാത്രം ആർക്കും സാധിക്കുന്നില്ല. സ്പെയിൻ നേരിടാൻ പോകുന്ന പ്രധാനമായിട്ടുള്ളൊരു വെല്ലുവിളി അതാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ്. മെസ്സിയെ ഗോളടിപ്പിക്കാതിരിക്കാം, ഒരുപാട് വഴികളുണ്ടാവും. പക്ഷേ ഗോളിലേക്ക് സപ്ലൈ ചെയ്യുന്നൊരു മെസ്സി ഉണ്ടല്ലോ, അത് നമുക്ക് തടയാൻ എങ്ങനെ സാധിക്കും? അതേ ഫോമിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അർജൻറ്റീന വീണ്ടും ഒരിക്കൽ കൂടി കപ്പടിച്ചാൽ ഒരു അത്ഭുതം. അപ്പോൾ ഒരു കാര്യം മുമ്പേ BK പറഞ്ഞ ചോദ്യോത്തരം ഞാൻ അതിൽ പൂരിപ്പിക്കുക. കുബാർസിയുടെ കയ്യിലായിരിക്കും സ്പെയിന് കപ്പടിക്കോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരം. ഈ മെസ്സിയെ പൂട്ടുക എന്ന് പറയും. ഇംഗ്ലണ്ടിൻ്റെ ഇന്നലത്തെ ഫസ്റ്റ് കപ്പ് എടുത്ത് നോക്കിയോ, മെസ്സിക്ക് ഒരു ഫ്രീഡവും കൊടുക്കാതെ അവർ ഏറെക്കുറെ ആ കളി അവർ വരുതിയിലാക്കി. അവർക്ക് പിഴച്ച എവിടെയാണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തിയത് മുതൽ അവർ ഡിഫൻസിൽ പോസ്റ്റ് സേവ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ മെസ്സി ചെയ്തത് എന്താ വെച്ചാൽ മെസ്സി പോസ്റ്റിലേക്ക് കയറി കളിച്ചില്ല. ഫൈനൽ തേർഡിൽ നിന്നിട്ട് നല്ല ഒന്നാം തരം ക്രോസുകളിലേക്ക് അത് മാറി. അത് ഇവർ ശ്രദ്ധിച്ചില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ മെസ്സിക്ക് പോസ്റ്റിൽ തന്നെ വേണമെന്നില്ല. മെസ്സി എവിടെ നിന്നാലും അപകടം സൃഷ്ടിക്കാം, ഗോളാവസരം എപ്പോൾ വേണമെങ്കിലും സൃഷ്ടിക്കാം എന്നൊരു പ്ലെയർ. അങ്ങനെ ഒരാൾക്ക് അത്രയും ഫ്രീ ആയിട്ട് ഒരു അസിസ്റ്റ് കൊടുത്ത് ആ ക്രോസൊക്കെ, അപ്പോൾ രണ്ടാമത്തെ ഗോൾ വീഴുന്ന ആ ക്രോസ് എന്നൊക്കെ പറയുന്ന അസാധ്യമായ ക്രോസാണ്. വരച്ച പോലെ ക്രോസ്. അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അവിടെ കുബാസിയോ ലെപ്പോർട്ടയൊക്കെ എത്രമാത്രം മെസ്സിയെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളിടത്തിരിക്കും സ്പെയിൻ്റെ പ്രതീക്ഷകൾ. മറുവശത്ത് സ്പെയിൻ്റെ ഒരു ടീം ഗെയിമിൻ്റെ മികവ് അവർക്കൊരു അഡ്വാൻറ്റേജാണ്. അർജൻറ്റീനയെ സംബന്ധിച്ച് ഞാനിപ്പോഴും പറഞ്ഞ അർജൻറ്റീനയ്ക്ക് ഗോൾ വഴങ്ങിയാൽ പോലും തിരിച്ചടിച്ച് കയറാമെന്നുള്ള ആത്മവിശ്വാസം അവർക്ക് 90-ാം മിനിറ്റ് വരെയും അവർക്ക് സാധ്യതകൾ മിച്ചം വെക്കുന്നു എന്നുള്ളതാണ്. അതാണ് അർജൻറ്റീനയ്ക്ക് ഉണ്ടാകുന്ന ഒരു അസറ്റ്. ഞാൻ പറയുന്നത് അർജൻറ്റീനയ്ക്ക് മെസ്സിയുണ്ട്, സ്പെയിനും മെസ്സിയില്ല. അതാണ് ശരിക്കും ഈ ലോകകപ്പിലെ വ്യത്യാസം. അത് അവർ എത്രമാത്രം ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ശരിക്കും അർജൻറ്റീനയുടെ വിജയവും സ്പെയിൻ്റെ വിജയവും. ഒരു വരി കൂടി ഇപ്പോൾ അത് പറഞ്ഞേ കുറിച്ചാണ്. പണ്ട് എന്താ പറയുക, ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയ കാണുന്ന ഫോട്ടോ, എമാലിനെ മടിയിലിരുത്തി താലോലിക്കുന്ന മെസ്സി കപ്പടിക്കുകയും മെസ്സി ഗോളടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു ചരിത്ര മുഹൂർത്തം. ഇനി അതല്ല, എമാലിൻ്റെ ബൂട്ടിൽ നിന്ന് ഒരു ഗോൾ വീഴുകയോ നല്ല 2 അസിസ്റ്റോടുകൂടി സ്പെയിൻ ഗോളടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ചരിത്രം അവിടെ രചിക്കപ്പെടുകയാണ്. ഒരാളുടെ ചരിത്രം അവിടെ പൂർണ്ണമാകുന്നു, മറ്റൊരു ചരിത്രത്തിൻ്റെ അധ്യായത്തിൻ്റെ പുതിയൊരു താൾ അവിടെ തുറക്കപ്പെടുകയും ചെയ്യും. എന്തായാലും ചരിത്രം ഒരു അധ്യായത്തോടുകൂടി അവസാനിക്കില്ല. ചരിത്രത്തിന് നൈരന്തര്യമാണ് ചരിത്രത്തിൻ്റെ ഒരു ജീവൻ, അതിൻ്റെ ഒരു സൗന്ദര്യം. ആ നൈരന്തര്യമാണോ നമ്മൾ കാണാതിരിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഒരു ചരിത്രത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. മെസ്സിയുടെ ഇറങ്ങിപ്പോക്കായാലും യമാലിൻ്റെ ഉദയമായാലും എന്തായാലും അതൊരു ചരിത്രമായിരിക്കും. മെറ്റ്ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിന് ഒരു പുതിയ ലൈഫ് തരുന്നതാണ് നമുക്ക് വിചാരിക്കാം.